ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും SajuS TastelanDിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കൂടെ തന്നെ നല്ലൊരു കോമ്പിനേഷനായിട്ട് നല്ലൊരു കറി കൂടി ഞാനിതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് 1.5 കപ്പ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 3-4 പ്രാവശ്യം എന്തായാലും നമ്മളിത് നല്ല പോലെ കഴുകിയെടുക്കണം. പിന്നീട് നമ്മളിത് കഴുകുന്നില്ല, അതുകൊണ്ട് നല്ല പോലെ കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് ഉപ്പ് ചേർക്കാം. 1 കപ്പ് ചെറിയ തേങ്ങ കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റാണ്, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. അപ്പോൾ ഞാനിത് കുറച്ച് മധുരം കൂടുതൽ ഉള്ള രീതിക്കാണ് ചെയ്യുന്നത്. 4 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ടീസ്പൂണ് ഈസ്റ്റ് കൂടി ചേർക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ വെള്ളം കൂടി പോവരുത്. നമ്മൾ ഇനി വെള്ളമൊന്നും അങ്ങനെ ചേർക്കേണ്ട കാര്യമില്ല. നമ്മളിതിൽ തന്നെയാണ് നമ്മളിത് കുതിർത്തിയിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മുടെ ഈ അരിയുടെയൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിക്കാണ് നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പഞ്ചസാരയും ഉപ്പും ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് പൊങ്ങി വരാനായിട്ടാണെങ്കിലും വളരെ പെട്ടെന്ന് സാധിക്കും. ഇനി ഇത് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിത് രാത്രിയിലാണ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. രാവിലെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നിങ്ങളിപ്പോൾ രാവിലെ കുതിർത്തിയതിന് ശേഷം വൈകുന്നേരമോ രാത്രിയിലോ ഒക്കെ നമുക്ക് അരച്ച് വെക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് അരയ്ക്കാതെ ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. മാത്രമല്ല മാവ് അങ്ങനെ ചൂടായി പോവുകയില്ല. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് വളരെ നൈസായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മളൊരു കുറച്ച് വലിയൊരു പാത്രത്തിൽ വേണം നമ്മളിത് പകർത്തി വെക്കാനായിട്ട്. കാരണം പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി കൂടി അതുപോലെ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പച്ചവെള്ളം ആഡ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ഈ എടുത്തിരിക്കുന്ന വെള്ളം എന്തായാലും കളയാൻ പാടില്ല. കാരണം നമ്മൾ ഈസ്റ്റും പഞ്ചസാരയൊക്കെ അതിൽ ചേർത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ വെള്ളം ഒട്ടും കളയാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു അരമണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. കുറച്ച് ചൂട് കിട്ടുന്ന സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 1 മണിക്കൂർ അത്ര നേരം നമുക്കിത് പൊങ്ങി വരാനായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ചൂട് തട്ടുന്നിടത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആവുന്ന ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് 2 തക്കാളി നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം നമുക്ക് ചേർക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 സവോള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വാടി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോള ഇവിടെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച മണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ പച്ച സ്മെല്ലൊന്ന് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. അതിനുശേഷം 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാല് എടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിൻ്റെ അരച്ച് തേങ്ങാപ്പാലെടുക്കാം. അത് നമുക്ക് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അധിക നേരം തിളപ്പിക്കാനൊന്നും പാടില്ല. അത് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി വേറെ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർക്കരുത്. അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിത് 2ആയിട്ട് കീറി എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ 2ആയിട്ട് കീറി എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ 1ആയിട്ട് എടുക്കാം. അത് ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ ഒരു 3-4 വരയൊക്കെ വരഞ്ഞു കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഗ്രേവി നമുക്ക് ഇതിലേക്ക് ഇറങ്ങുന്ന രീതിക്ക് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും തന്നെ നമ്മുടെ മാവ്, വെള്ളയപ്പത്തിൻ്റെ മാവ് കണ്ടല്ലേ, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോപ്പ് പോലെ പതഞ്ഞ് വന്നിട്ടുണ്ടല്ലേ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എനിക്കിത് 1/2 മണിക്കൂർ എനിക്ക് എടുത്തിട്ടുള്ളൂ ഇത് പൊങ്ങി വരാനായിട്ട്. ഞാനിത് ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്തായിട്ട് ചൂട് കിട്ടുന്ന രീതിയിൽ വെച്ചിരിക്കുകയായിരുന്നു. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ ഇത്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 തവി അതുപോലെ തന്നെ 1 ലേശം കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് സമയം, വളരെ കുറച്ച് സമയം മതി, ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് മുരിഞ്ഞിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ എന്താ പറയുക, തുടക്കക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പം റെസിപ്പിയാണിത്. നമ്മൾ പല രീതിക്ക് വെള്ളയപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയത്, അതായത് സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു രീതിയാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതുകൂടി അതുപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അധികം മുരിയേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇനി വെള്ളയപ്പം ശരിയായില്ല എന്ന് ആരും പറയരുത് കേട്ടോ. കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റി വെള്ളയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുട്ടക്കറി കേട്ടോ. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ, ഈ കറി നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു അപ്പത്തിന് ഈ ഒരു കറി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിക്ക് ചെയ്യാത്തവരെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസായി കിട്ടുള്ളൂ. അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയ നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു. ബൈ.